നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം നാളെ മെയ് 29 മുതൽ ആരംഭിക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്തെ മുഴുവൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇപ്രാവശ്യം മുതൽ പെൻഷൻ ലഭിക്കില്ല. നാളത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. വാർത്ത എല്ലാവരിലേക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും വാർത്ത പൂർണ്ണമായിട്ട് കാണുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് നാളെ മെയ് 29 മുതൽ ഒരു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ്. ഇതിനായിട്ട് 900 കോടി രൂപ ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ്. നിലവിൽ 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം കുടിശ്ശികയില്ലാതെ തന്നെ നൽകുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. മസ്റ്ററിങ് പൂർത്തിയാക്കി അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായി ഹാജരാക്കിയ അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ നാളെ മുതൽ പെൻഷൻ മുടങ്ങാതെ എത്തിച്ചേരുന്നതായിരിക്കും. ഇതിനായിട്ട് നിങ്ങൾക്ക് സേവനയുടെ വെബ്സൈറ്റ് പരിശോധിക്കാം. നിങ്ങളുടെ പെൻഷൻ ID നൽകിക്കൊണ്ട് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കൃത്യമായി അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടോ, ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ, അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിലിപ്പോൾ നമുക്ക് 5 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായി തന്നെ മാറിയിരിക്കുന്നത്. ഏപ്രിൽ മുതൽ അതാത് മാസം കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ വെറും വാക്കായി മാറിയിരിക്കുകയാണ്. സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താനൊക്കെ ഇടയ്ക്ക് ശ്രമം നടന്നിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കുവാനായിട്ട് ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയ്ക്കാണ് ഈ വർഷം 18,253 കോടി രൂപ കൂടി കടമെടുക്കുവാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അനുമതി കിട്ടിയത്. ക്ഷേമ പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും ഈ തുക ധനവകുപ്പിന് ആശ്വാസമാണ്. നേരത്തെ മാർച്ച് മാസം അവസാനം ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡു കുടിശ്ശിക വിതരണം ചെയ്തിരുന്നു. ഏപ്രിൽ മാസം വിഷുവിന് മുൻപായിട്ട് തന്നെ 2 മാസത്തെ കുടിശ്ശിക അതുകൂടി വിതരണം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 1 മാസത്തെ കുടിശ്ശിക ഗഡു കൂടി വിതരണം ചെയ്യുവാനായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത്. നാളെ മുതൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ കൈകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരുന്നതാണ്. സംസ്ഥാനത്തിന് വായ്പ എടുക്കാനുള്ള അനുമതി പത്രം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. അടുത്ത മാസ ശമ്പളവും അതുപോലെ തന്നെ പെൻഷനും നൽകുന്നതിനുള്ള പ്രതിസന്ധി ഇതോടെ ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബേർ സംവിധാനം വഴി 3500 കോടി രൂപ സംസ്ഥാന സർക്കാർ വായ്പയെടുത്തിരിക്കുകയാണ്. 6500 കോടിയെങ്കിലും എടുക്കാനാണ് സർക്കാരിൻ്റെ ആലോചനയിലുണ്ടായിരുന്നത്. ഇപ്പോൾ ശേഷിച്ച തുക ഇനി വരും ദിവസങ്ങളിൽ എടുക്കുന്നതോടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ കുടിശ്ശികയിൽ 1 മാസത്തെ ഗഡു കൂടി വിതരണം ചെയ്യാനുള്ള കാര്യങ്ങളിലേക്കാവും നീങ്ങുക. മൊത്തം 21,253 കോടി രൂപയുടെ വായ്പാനുമതിയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 3000 കോടി രൂപ കഴിഞ്ഞ മാസം താൽക്കാലിക അനുമതിയിൽ എടുത്തിരുന്നു. ഇപ്പോൾ 3500 കോടി കൂടി എടുത്തതോടെ 14,753 കോടിയാണ് ഇനി ബാക്കി അവശേഷിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ്റെ പ്രായം ഉയർത്തുന്നതൊക്കെ ചർച്ചകളിലേക്ക് എത്തുന്നത്. സർക്കാർ ഖജനാവിലെ പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണം. പെൻഷൻ പ്രായം കൂട്ടിയില്ലെങ്കിൽ ഈ സാമ്പത്തിക വർഷം എന്ത് ചെയ്യുമെന്ന ആശങ്ക സർക്കാരിനുണ്ടായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 25,000-ഓളം ആളുകളാണ് സർക്കാർ ജോലിയിൽ നിന്ന് വിരമിക്കുന്നത്. ഇതിൽ 20,000-ന് അടുത്ത് ആളുകൾ വിരമിക്കുന്നത് മെയ് മാസത്തിലുമായിരുന്നു. ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ 40 ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട്. 20,000 പേർക്ക് ഇത്രയും തുക നൽകാൻ കുറഞ്ഞത് 8,000 കോടി രൂപ വേണം. നിലവിൽ കടമെടുത്താണ് കേരളം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 38,000 കോടിയാകും കടമെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ ഈ വർഷം അനുവദിക്കാൻ പോകുന്ന പരിധിയെന്ന് തോന്നുന്നത്. ഇതിൽ 10,000 കോടിയിലധികം പെൻഷൻ ആനുകൂല്യം നൽകേണ്ടി വരുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്നതായിരിക്കും. കിഫ്ബിയുടെയും മറ്റും ഫണ്ടുകളുടെയും ഒക്കെ കടമെടുക്കൽ കണക്കും സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നാൽ കേരളത്തിന് അനുവദനീയമായിട്ടുള്ള ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി 25,000 കോടിയായി ചുരുങ്ങാനും സാധ്യതകൾ ഏറെയാണ്. സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് ക്ഷേമ പെൻഷൻ വിതരണവും തടസ്സപ്പെട്ടത്. ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം മുടങ്ങുന്നതിൽ നേരത്തെ തന്നെ LDF യോഗത്തിൽ CPI രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.